ആധികാരികമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ SKSFന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ സംഗമമാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര അറബിക് സർവകലാശാല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരാവശ്യമാണ് എന്നതിൽ കേരളീയർക്കാർക്കും സംശയമുണ്ടാവുകയില്ല. ആയിരക്കണക്കിന് സർക്കാർ വിദ്യാലയങ്ങളിലും അതിലേറെ സ്വകാര്യ സ്ഥാപനങ്ങളിലും അധ്യയനം നിർവഹിക്കപ്പെടുന്ന സവിശേഷമായിട്ടുള്ളൊരു ഭാഷയാണ് അറബിക് ഭാഷ എന്നുള്ളത് കേരളീയരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേവലം ഒരു മതത്തിന്റെ ഭാഷയാക്കി ഇതിനെ ചുരുക്കുവാനും പറ്റുകയില്ല എന്നുള്ളത് അനുഭവ ബോധ്യമുള്ളവരാണ് കേരളീയർ. കേരളവും അറബ് നാടുമായുള്ള ബന്ധം സുപരിചിതമാണ്. അറബ് നാടുകളുമായുള്ള കേരളത്തിന്റെ ബന്ധം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുമാണ്. അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, കേരളീയ സുഹൃത്തുക്കൾ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ അവിടെ ജോലികളിൽ ഏർപ്പെടുന്നു. നമുക്കറിയാം അവിടുത്തെ സംസാര ഭാഷ അറബിയാണ്. കേരളീയരായിട്ടുള്ള നാനാജാതി മതവിഭാഗങ്ങളും തങ്ങളുടെ ജോലി ആവശ്യാർത്ഥം ഗൾഫ് നാടുകളിൽ, അറബ് നാടുകളിൽ അവിടെ താമസിക്കുമ്പോ അറബ് ഭാഷ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഷയാണ് എന്ന് കരുതിക്കൊണ്ട് അവിടെ മറ്റൊരു ഭാഷ സംസാരിക്കുന്നതായി കാണാൻ കഴിയുകയില്ല. സ്വാഭാവികമായും അവിടെ നിലനിന്നു പോകുന്നതിന് വേണ്ടി അറബ് ഭാഷ സംസാരിക്കുകയും കൂടുതൽ നൈപുണ്യം നേടേണ്ട ജോലികളിൽ പ്രത്യേകമായി അറബി ഭാഷയിൽ പ്രത്യേകമായ കഴിവ് നേടിക്കൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ അറബ് നാടുകളിൽ ജീവിക്കുന്നത് എന്നതുപോലെ തന്നെ കേരളീയരും അറബ് ഭാഷ സിദ്ധി അത് കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും തേടിക്കൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിലും എഞ്ചിനീയർ മേഖലകളിലും പാരാമെഡിക്കൽ മേഖലയിലും എല്ലാ രംഗത്തും സാങ്കേതികമായ പരിജ്ഞാനം നേടുന്നതോടൊപ്പം തന്നെ അറബ് ഭാഷയിൽ പ്രത്യേകമായിട്ടുള്ള മികവ് പുലർത്തുവാൻ ഓരോ തൊഴിലാളിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ അറബ് ഭാഷയുടെ നവസാധ്യതകളെ കൂടുതൽ
കൊണ്ടുവരുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഒരു അന്താരാഷ്ട്ര അറബിക് സർവകലാശാല എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനപക്ഷത്തുള്ള ജനാധിപത്യ ബോധമുള്ള ഉത്തരവാദപ്പെട്ട കേരള സർക്കാർ ഒരു അന്താരാഷ്ട്ര അറബിക് സർവകലാശാല എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസ വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമൊക്കെ വളരെ താൽപര്യപൂർവം അറബിക് സർവകലാശാല സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്ക് ഇവിടെ രാജ്യത്ത് വലിയ വർഗീയമായിട്ടുള്ള ചേരുതികളുണ്ടാവുകയും മതസ്പർദ്ധ വർദ്ധിക്കുകയും വളരുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചില കുതന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സർവകലാശാല എന്ന ഒരു വലിയ സ്വപ്നത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയും ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ സർവകലാശാല വേണമെന്ന ആവശ്യം ശക്തപ്പെടുന്നത്. നമുക്കറിയാം, ഇത് രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല. ഇടതുപക്ഷ സർക്കാർ നിലവിലിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന, അതോടൊപ്പം തന്നെ പാലോളി കമ്മിറ്റിയുടെ അധിപനുമായിരുന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട ഇടതുപക്ഷ സർക്കാരിന്റെ പാലോളി കമ്മിറ്റി നിർദ്ദേശിക്കപ്പെട്ട വലിയൊരു സംരംഭം കൂടിയാണ് അന്താരാഷ്ട്ര അറബിക് സർവകലാശാല എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാന പട്ടികയിൽ അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കുമെന്ന് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വിഷയമാണ്. എന്നാൽ നാം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നമ്മുടെ ധനകാര്യ വകുപ്പും നമ്മുടെ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറിയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമായി ഈ വലിയ ഒരു സംരംഭം തന്നെ അട്ടിമറിക്കപ്പെടുവാൻ പോവുകയാണ്. ചീഫ് സെക്രട്ടറി ജിജി തോംസണും ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ.എം. അബ്രഹാമും കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായി വിദ്യാഭ്യാസ വകുപ്പ് ധനവകുപ്പിന് അയച്ചിട്ടുള്ള അന്താരാഷ്ട്ര അറബിക് സർവകലാശാലയുടെ നിർദ്ദേശമടങ്ങിയിട്ടുള്ള ഫയലിൽ അങ്ങനെ ഒരു അറബിക് സർവകലാശാലയുടെ ആവശ്യമില്ല എന്നും ആ സർവകലാശാല രാജ്യത്തെ മതസ്പർദ്ധ വളർത്തുവാൻ സഹായകമാകുമെന്നുമുള്ള നാണം കെട്ട ഒരു കുറിപ്പാണ് ഫയലിൽ എഴുതി ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, അത്തരത്തിലൊരു കുറിപ്പ് എഴുതി ചേർത്തിയത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി
മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന അവിടെ നടക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഈ ഗൂഢാലോചനയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. തൃശൂരിലെ അതിരൂപത വിഭാവന ചെയ്യുന്ന തികച്ചും സ്വകാര്യമായ ഒരു സർവകലാശാലയ്ക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടി ഈ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അടങ്ങിയിട്ടുള്ള സമിതി ശുപാർശ ചെയ്ത ആ സ്വകാര്യ സർവകലാശാല എന്ന ഒരു പദ്ധതി, അതിന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ അംഗീകാരവും ലഭിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള വിദ്യാഭ്യാസ മന്ത്രി പോലും അറിയാതെ കേവലം നിക്ഷിപ്ത താൽപര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും ചില പണക്കാർക്ക് പണം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി വിഭാവന ചെയ്തിട്ടുള്ള ഒരു സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തിലൂടെ ഒരു മഹത്തായിട്ടുള്ള അന്താരാഷ്ട്ര അറബിക് സർവകലാശാലയ്ക്ക് പാരപണിയുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വർഗീയതയുടെ, അദ്ദേഹത്തിന്റെ സ്വജന പക്ഷപാതത്തിന്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ ഇന്നലെ അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ചിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ അസഹിഷ്ണുതയും എല്ലാ മറകളും നീക്കി പുറത്ത് വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറബിക് സർവകലാശാല എന്നത് അനാവശ്യമായ ഒരു കാര്യമാണ്. ഏതുപോലെ സംസ്കൃത സർവകലാശാല വേണ്ടിയിരുന്നില്ല. രാജ്യത്തിന്റെ ഭരണഘടനയുടെ 5-ാം അനുച്ഛേദത്തിലെ ഭാഷകൾ നിർണയിച്ചതിൽ 22 ഭാഷകളിൽ ഒരിക്കലും അറബി ഭാഷയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അറബിക് സർവകലാശാല സ്ഥാപിക്കുവാൻ നിയമപരമായും സാങ്കേതികമായും സാധുതയില്ല എന്നും അത് അനാവശ്യമാണെന്നും ആണ് അദ്ദേഹം തട്ടിവിട്ടിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണോ അതോ കേവലം സിവിൽ സർവീസിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ജിജീസ് തോംസൺ ആണോ എന്നുള്ള ഒരു സംശയം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. നിലപാടുകൾ സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തം മാത്രം നിർവഹിക്കേണ്ട കേവലം ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ നിലപാടുകൾ അട്ടിമറിക്കുന്ന ശ്രമങ്ങൾ നടത്തുമ്പോ അത് നോക്കി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഭൂഷണമാണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുവാനുള്ളത്. ഇത്രയും വഴിവിട്ട് അതിരുവിട്ട് സഞ്ചരിക്കുന്ന ചീഫ് സെക്രട്ടറിയുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഈ സർക്കാരിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും സർക്കാർ മുന്നോട്ട് പോകുന്ന പക്ഷം സാമാന്യമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത് ശക്തമായിട്ടുള്ള ജനകീയമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. യാതൊരു സംശയവുമില്ല. അവിടെ
സ്ഥിരമായ വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ട് എന്നൊന്നും അഹങ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പാഠങ്ങൾ ഉൾക്കൊണ്ടവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ മുന്നണികൾ, ജനാധിപത്യ നേതാക്കൾ എന്നുള്ളത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന്റെ പ്രാധാന്യം ഒരിക്കലും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ വിഷയം നമുക്കറിയാം, ഇതൊരു മതകീയമായ വിഷയമല്ല. ചീഫ് സെക്രട്ടറി അങ്ങനെ അത് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖേദമാണുള്ളത്. നമ്മുടെ രാജ്യത്തിലെ സിവിൽ സർവീസ് നേടിയിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തിന്റെ ഏറ്റവും സമുന്നതനായ ഉദ്യോഗസ്ഥനെ അറബി ഭാഷയെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം പറയുന്നത് അറബിക്കിന് അങ്ങനെ ഒരു സർവകലാശാല സ്ഥാപിക്കുകയാണെങ്കിൽ ഫ്രഞ്ചിനും ചൈനീസിനുമൊക്കെ ഭാഷകൾക്കൊക്കെ സർവകലാശാല സ്ഥാപിക്കേണ്ടതില്ലേ എന്നാണ്. ഇദ്ദേഹം ഏത് ദുനിയാന്ന് ഇറങ്ങിയെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇദ്ദേഹം ഈ കേരളത്തിലല്ലേ? ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഭാഷയും ഈ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വിനിമയവും ഇദ്ദേഹം എന്തുകൊണ്ട് കാണുന്നില്ല? അതുപോലെ തന്നെ ലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എന്തറിയും? നമുക്കറിയില്ല ചൈനയിൽ പോയിട്ട് അത്ര കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സർവ്വസാധാരണമായി നമുക്കറിയാം, കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും നമ്മുടെ സാധാരണ തൊഴിലാളികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ പ്രത്യേകമായ നൈപുണ്യം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയൊക്കെ അറബ് നാടുകളിൽ ജോലി നേടിക്കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ വർധനവ് വരുത്തുവാൻ സാധിച്ചു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇദ്ദേഹം ഇതൊക്കെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുകയാണ്. കണ്ണടച്ചിരുട്ടാക്കി മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഇദ്ദേഹം ഏതറ്റം വരെ പോകുമെന്നുള്ളത് കേരളീയ സമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാണം കെട്ട ഒരു സർക്കാർ ഇദ്ദേഹത്തെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് ഏതുവരെ നിർത്തും എന്നുള്ളത് കാണുവാനാണോ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തെ നേരിടുവാനുള്ള ആത്മബലമുണ്ടായിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മഹത്തായിട്ടുള്ള സർവകലാശാല അത് സ്ഥാപിക്കുക എന്നത് ഈ ജനാധിപത്യ സർക്കാരിന്റെ വാഗ്ദാനത്തിന്റെ പാലനമാണ്. ആ വാഗ്ദാന പാലനം അത് ഉണ്ടാകുന്നതുവരെ ഇവിടെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള കൂട്ടായ്മയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമൊക്കെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും തന്നെ ഈ ഭാഷയുടെ സർവകലാശാല കേവലം ഭാഷാ സർവകലാശാല എന്നതിനപ്പുറം ഇവിടെ ഉപജീവനത്തിന്റെ, സാംസ്കാരിക വിനിമയത്തിന്റെ ഒരുപാട് മേഖലകളിൽ വലിയ വളർച്ചയുണ്ടാകുന്ന ഒരു വലിയ സംരംഭമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ
നമുക്കറിയാം, അറബ് ഭാഷ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെയും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കുള്ള സാഹിത്യകന്മാർ ഏറ്റവും ഉത്തരാധുനികമായിട്ടുള്ള അവരുടെ സാഹിത്യ സൃഷ്ടികളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സാഹിത്യപരമായിട്ടുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ വിപ്ലവങ്ങൾ കേരളീയ സമൂഹത്തിനും ലഭിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ചിന്തയും സാഹിത്യവും സംസ്കാരവും വളരുകയും പരിപോഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മാവ് അത് നിലനിൽക്കുന്നതോടത്തോളം കാലം ഇവിടെ ഏകഭാഷ, ഏകമതം, ഏകജാതി, ഏക സംസ്കാരമെന്ന ഫാസിസ ശൈലിയിൽ നിന്നും ജിജി തോംസണും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അധികാരികളും മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കേവലം 90 കോടി രൂപ ഈ വിഷയത്തിൽ ചെലവാകുമെന്ന് കുറിപ്പെഴുതിക്കൊണ്ട് അത് വലിയ ബാധ്യതയാണ് രാജ്യത്തിനുണ്ടാക്കുക എന്നൊക്കെ തട്ടിവിടുന്ന ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ നിഷ്ഫലമായ യാതൊരു തരത്തിലും പ്രയോജനമില്ലാത്ത പല പദ്ധതികൾക്കും നേതാക്കൾ കൊടിയെടുത്തൊരു പ്രസ്ഥാനം പൂർവീക സുരീകൾ പുതിയെടുത്തോരാസ്ഥാനം മഷഹൂറ നേതാക്കൾ സമസ്തയം ഒരു പേരിട്ട അത് കേട്ട് മനതാരിൽ ഈമാനിന്റെ അലട്ടേറ്റ് സത്യത്തിനൊളിതിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യസമസ്തൈതാ സത്യത്തിനൊളിതിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യസമസ്തൈതാ നേതാക്കൾ ഒതിയെടുത്തൊരു പ്രസ്ഥാനം പൂർവീക സുരീകൾ ഒതിയെടുത്തോരാസ്ഥാനം പതിയുസ്താദും കോട്ടുമലയും തേരുതെളിച്ചൊരു സംഘമിത് കണ്ണിയത്തും ഷേഖുന ശംസുൽ ഉലമയിൽ നിന്നൊരു പാതയിത് പതിയുസ്താദും കോട്ടുമലയും തേരുതെളിച്ചൊരു സംഘമിത് കണ്ണിയത്തും ഷേഖുന ശംസുൽ ഉലമയിൽ നിന്നൊരു പാതയിത് പണ്ഡിതരെല്ലാം പ്രാർത്ഥിച്ച് നേടിയെടുത്തൊരു പ്രസ്ഥാനം പണ്ഡിതരെല്ലാം പ്രാർത്ഥിച്ച് നേടിയെടുത്തൊരു പ്രസ്ഥാനം സയ്യിദരായവരൊക്കെ തങ്ങൾ പാതി വളർത്തിയ ശോഭന സംഘമിതാ തങ്ങൾ പാതി വളർത്തിയ ശോഭന സംഘമിതാ നേതാക്കൾ ഒറ്റിയെടുത്തൊരു പ്രസ്ഥാനം പൂർവീക സുരീകൾ ഒറ്റിയെടുത്തോരാസ്ഥാനം ശാന്തി സമാധാനത്തിൻ പാത കാട്ടി സമസ്ത മുന്നോട്ട് ശാശ്വത പാതയേറെ വിജയം കണ്ടു നമ്മൾ മുന്നോട്ട് ശാന്തി സമാധാനത്തിൻ പാത കാട്ടി സമസ്ത മുന്നോട്ട് ശാശ്വത പാതയേറെ വിജയം കണ്ടു നമ്മൾ മുന്നോട്ട് ധീരിതരായൊരു നേതാക്കൾ വിനയം തീർത്ത മഹാത്മാക്കൾ ധീരിതരായൊരു നേതാക്കൾ വിനയം തീർത്ത മഹാത്മാക്കൾ സയ്യിദരായവരൊക്കെ തങ്ങൾ പാകി വളർത്തിയ ശോഭന സംഘമിതാ സയ്യിദരായവരൊക്കെ തങ്ങൾ പാകി വളർത്തിയ ശോഭന സംഘമിതാ
ഊട്ടിയെടുത്തൊരു പ്രസ്ഥാനം പൂർവീക പുലികൾ ഊട്ടിയെടുത്തോരാസ്ഥാനം മഷഹൂറ നേതാക്കൾ സമസ്തയം ഒരു പേരിട്ട അത് കേട്ട് മനതാരിൽ ഈമാനിന്റെ അലട്ടീർത്ത് സത്യത്തിനുള്ള ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്തയിതാ സത്യത്തിനുള്ള ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്തയിതാ നേതാക്കൾ ഓട്ടിയെടുത്തൊരു പ്രസ്ഥാനം പുലിക സുരികൾ ഊട്ടിയെടുത്തോരാസ്ഥാനം മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ ജിൽമിൻ വർണ്ണ തെങ്ങൽ പാലഞ്ചും തങ്കൾ ചൂവൽ ജിൽമിൻ വർണ്ണ തെങ്ങൽ പാലഞ്ചും തങ്കൾ ചൂവൽ അഴകോടെ വളർത്തിയതല്ലേ അജവായ സമസ്തയിതല്ലേ അഴകോടെ വളർത്തിയതല്ലേ അജവായ സമസ്തയിതല്ലേ ഈ പ്രസ്ഥാനത്തിൽ വാവ കൽപ്പാന്താവുന്നിൽ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ കൽപ്പാന്താവുന്നിൽ വാവ വാനിൽ നിന്നും പൊന്നായി മൂവർണ്ണ കൊടിയും നന്നായി വാനിൽ നിന്നും പൊന്നായി മൂവർണ്ണ കൊടിയും നന്നായി വാടാമല്ലിപ്പൂവായി അത് ചേറും ദീനിൻ കണ്ണായി വാടാമല്ലിപ്പൂവായി അത് ചേറും ദീനിൻ കണ്ണായി പാറും പുണ്യക്കൊടികൾ എൻ സത്യസമസ്ത കൊടികൾ പാറും പുണ്യക്കൊടികൾ എൻ സത്യസമസ്ത കൊടികൾ ആ കൊടികൾ ഉയർത്താൻ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ ആ കൊടികൾ ഉയർത്താൻ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ നാദം എന്റെ സമസ്ത നേരിന്നാളം എന്റെ സമസ്ത ഹൈറിൻ മാർഗം എന്റെ സമസ്ത ഇഷ്ടിന്താകം എന്റെ സമസ്ത അൽവിൻ താളം എന്റെ സമസ്ത അഹദിൻ വഴി എന്റെ സമസ്ത അറിവിൻ ധ്വനിയായി എന്റെ സമസ്ത അലിവിൻ പകരായി എന്റെ സമസ്ത ശംസുലുലമ ശംസുലിശാത്തി സംസ്കാരത്തിൻ പാലൊളി വിതറി മാതപ്പതി പൂക ഈ പ്രസ്ഥാനത്തിൽ വാവ മാതപ്പതി പൂക ഈ പ്രസ്ഥാനത്തിൽ വാവ ആവേശത്തിൽ വാവ ഈ സംഘം ചേരാൻ വാവ ആവേശത്തിൽ വാവ ഈ സംഘം ചേരാൻ വാവ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ നാദം എന്റെ സമസ്ത മേരിനാളം എന്റെ സമസ്ത ഹൈറിൻ മാർഗം എന്റെ സമസ്ത ഇഷ്കിൻ രാഗം എന്റെ സമസ്ത അൽവിൻ താളം എന്റെ സമസ്ത അഹദിൻ വഴി എന്റെ സമസ്ത അറിവിൻ ധ്വനിയായി എന്റെ സമസ്ത അലിവിൻ പകരായി എന്റെ സമസ്ത ചിന്തികൾക്കെന്നും ഉന്നതദേഹം ഉന്നത്തിന്റെ മധുഭവനം വൽക്കർമ്മത്തിൻ തീരം ഇത് സായുധത്തിൻ താളം വൽക്കർമ്മത്തിൻ തീരം ഇത് സായുധത്തിൻ താളം ഈ മുന്നേറ്റത്തിൽ വാവ ഉശിരോടെ മുന്നിൽ വാവ ഈ മുന്നേറ്റത്തിൽ വാവ ഉശിരോടെ മുന്നിൽ വാവ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ മുല്ലക്കോയ തങ്ങൾ തേമുല്ലപ്പൂവാം തിങ്കൾ ജിൽമിൻ വർണ്ണ തെങ്ങൽ പാലഞ്ചും തങ്ക ചൂവൽ ജിൽമിൻ വർണ്ണ തെങ്ങൽ പാലഞ്ചും തങ്ക ചൂവൽ അഴകോടെ വളർത്തിയതല്ലേ അജവായ സമസ്തയിതല്ലേ അഴകോടെ വളർത്തിയതല്ലേ അജവായ സമസ്തയിതല്ലേ ഈ പ്രസ്ഥാനത്തിൽ വാവ കൽപ്പാന്താവുന്നിൽ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ കൽപ്പാന്താവുന്നിൽ വാവ വാനിൽ നിന്നും
പൊന്നായി മൂവർണ്ണ കൊടിയും നന്നായി വാനിൽ നിന്നും പൊന്നായി മൂവർണ്ണ കൊടിയും നന്നായി വാടാമല്ലിപ്പൂവായി അത് ചേറുണ്ടി നിൻ കണ്ണായി വാടാമല്ലിപ്പൂവായി അത് ചേറുണ്ടി നിൻ കണ്ണായി പാറും പുണ്യക്കൊടികൾ എൻ സത്യസമസ്ത കൊടി കൊടികൾ ഉയർത്താൻ ഈ പ്രസ്ഥാനത്തിൽ വാവ ആ കൊടികൾ ഉയർത്താൻ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ മുല്ലപ്പോയ തങ്ങൾ മുല്ലപ്പൂവാം തിങ്കൾ മുല്ലപ്പോയ തങ്ങൾ എന്റെ വാറുകൾ സത്യസാക്ഷ്യത്തിൻ സാരമാണേ സമസ്ത സർവസ്നേഹത്തിൻ സായുജ്യമിന്റെ സമസ്ത സത്യസാക്ഷ്യത്തിൻ സാരമാണേ സമസ്ത സർവസ്നേഹത്തിൻ സായുജ്യമിന്റെ സമസ്ത സ്വപ്നസീമാ മദീന മേരാ ജാനബി സർവജന തിരു സുന്നത്തെ സമസ്ത സ്വപ്നസീമാ മദീന മേരാ ജാനബി സർവജന തിരു സുന്നത്തെ സമസ്ത സർവജന തിരു സുന്നത്തെ സമസ്ത സൽസബീലി ശരീരം വളർന്നു സമസ്ത സൽസബീലി ശരീരം വളർന്നു സമസ്ത സത്യസാക്ഷ്യത്തിൻ സാരമാണേ സമസ്ത സർവസ്നേഹത്തിൻ സായുജ്യമിന്റെ സമസ്ത പുണ്യച്ചപ്പിനകത്തുള്ള മുത്താരമോ പൂർണ്ണതിങ്കൾ പ്രശോഭിച്ച പൂമാനമോ പുണ്യച്ചപ്പിനകത്തുള്ള മുത്താരമോ പൂർണ്ണതിങ്കൾ പ്രശോഭിച്ച പൂമാനമോ പൂർണ്ണതിങ്കൾ പ്രശോഭിച്ച പൂമാനമോ മാനത്തായിരം താരകം പോർ സമസ്ത മഹിയെങ്കും മനീഷികൾ ചേർന്ന സമസ്ത മാനത്തായിരം താരകം പോർ സമസ്ത മഹിയെങ്കും മനീഷികൾ ചേർന്ന സമസ്ത സത്യസാക്ഷ്യത്തിൻ സാരമാണേ സമസ്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിഷ്ഫലവും പ്രയോജനരഹിതവുമായിട്ടുള്ള ചില പദ്ധതികൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടുമ്പോൾ നമുക്കറിയാം സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ തന്നെയും ഗെയിൽ വാതക പൈപ്പ് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയുണ്ടായി. പക്ഷെ ഇതൊക്കെ ആ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമൊക്കെ മറികടന്നുകൊണ്ട് ഈ ഗെയിൽ വാതക പദ്ധതി നടപ്പിലാക്കണമെന്ന് ഈ മാന്യദേഹം തന്നെയാണ് സർക്കാരിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആകാം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും സാംസ്കാരികമായ പുരോഗതിയിലും വേറെ ഉപകാരപ്പെടുന്ന ഒരു സർവകലാശാല സ്ഥാപിക്കുക എന്നത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന നിലപാട് തിരുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ തിരുത്തുക അല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് കേരളത്തിലെ സമുന്നതമായിട്ടുള്ള
മത പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ ആധികാരികമായ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSF ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റു പല സമരങ്ങളും ഏറ്റെടുത്ത് വിജയം കണ്ടതുപോലെ തന്നെ ഈ സമരത്തിലും വിജയം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സമരപരിപാടികളിൽ കേരളീയ സമൂഹത്തിന്റെ ആകമാനമുള്ള ഐക്യദാർഢ്യം അത് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറുമ്പോ സ്വാഭാവികമായിട്ടും ഈ അധികാരികളായി മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭാഷാസ്നേഹികളും ഇവിടുത്തെ പൈതൃകത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നതുമായ ആളുകൾ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കായിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പത്ര സുഹൃത്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇമെയിൽ സംവിധാനത്തിൽ വലിയ തകരാർ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ടുള്ള മുഴുവൻ ഇമെയിലുകളും ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ചെറിയ തടസ്സം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന പക്ഷം ഈ തീരുമാനത്തിൽ നിന്നും നിലവിലുള്ള സർക്കാരിന്റെ നിലപാട് മാറ്റാതെ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ അറബിക് സർവകലാശാലയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഭരിക്കുവാൻ തന്നെ കഴിയാത്ത അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള പരിപാടിയിൽ സംബന്ധിച്ചുള്ള നേതാക്കളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. മഹാനവറുകളുടെ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട അവറുകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് SKSFന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അവറുകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരാമെന്നേറ്റിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണൻ MLA, സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, KTFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TA കബീർ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ മുൻ PSC അംഗം യശസ്വരീനായിട്ടുള്ള KP രാമൻ മാസ്റ്ററുടെ മകൻ അറബിക് ഭാഷാ അധ്യാപകൻ കൂടിയായിട്ടുള്ള സുരേഷ് മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സയ്യിദ് KK തങ്ങൾ വെട്ടിച്ചിറ, ബഹുമാനപ്പെട്ട ലത്തീഫ് ഫൈസി, PM റഫീഖ് അഹമ്മദ് സാഹിബ്, അതുപോലെ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട UA മജീദ് ഫൈസി, ബഹുമാനപ്പെട്ട ഷമീർ ഫൈസി ഒടമല, CT ജലീൽ മാസ്റ്റർ, ഷഹീർ അൻവരി പുറങ്ങി തുടങ്ങിയിട്ടുള്ള SKSFന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സംഘടനാ ബന്ധുക്കൾ, ബഹുമാനപ്പെട്ട SYSന്റെ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി സലീം എടക്കര തുടങ്ങിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്
ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് എത്തിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത ഏൽക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അമീർ ഫൈസി അവരോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ നിർവഹിക്കുന്നു. അതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിനന്ദനായ അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവരുകളെ, പ്രിയപ്പെട്ട കെ എസ് തങ്ങൾ, സലീം ഇടക്കര, സത്താർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എസ്കെഎസ്എഫ് ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ജാഗരണ സദസ്സ് വർത്തമാനകാല സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണത്. അറബിക് സർവകലാശാല എന്ന ആവശ്യം നടപ്പാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ എസ്കെഎസ്എഫ് നടത്തുന്ന ഈ സംഘം സമയോചിതമായി എന്ന് അഭിപ്രായപ്പെടുകയാണ്. എസ്കെഎസ്എഫ് മാത്രമല്ല, ഭാഷാസ്നേഹികളായ എല്ലാവരും ഈ ഒരു ആവശ്യം കേരളത്തില് അറബി ഭാഷ അധികരിച്ച് പഠനം നടത്തുന്ന സർവകലാശാല യാഥാർത്ഥ്യമാക്കണം എന്ന ആവശ്യം എല്ലാവരും ഉന്നയിക്കുകയാണ്. ഇതൊരു പ്രത്യേക സമുദായത്തിന്റെയോ പ്രത്യേക മതത്തിന്റെയോ ആവശ്യമായി ആരും കാണേണ്ടതില്ല. കേരളം എന്ന സംസ്ഥാനം വിദ്യാഭ്യാസപരമായും ശാസ്ത്രപരമായും സാമൂഹ്യമായും ഒക്കെ ഉയർന്നു ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നതെന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. വിദ്യാഭ്യാസവും ഗവേഷണവും ശാസ്ത്ര താൽപര്യവും ടെക്നോളജിയോടുള്ള ആഭിമുഖ്യവും ഇവയൊക്കെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു യുവജന വിഭാഗമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ളത്. ലോകത്തെവിടെ അറിവ് നേടാനുള്ള സംവിധാനമുണ്ടോ അവിടേക്കൊക്കെ എന്ത് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണെങ്കിലും അവിടേക്ക് ഓടിയെത്തി പഠനം നടത്തുവാൻ ഉള്ള ആർജവം കേരളത്തിലെ യുവാക്കൾ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ യുവാക്കൾ, മലബാറിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ എവിടെയാണോ ഉന്നത വിദ്യാഭ്യാസമുള്ളത് അത് നേടുന്നതിന് വേണ്ടി അവിടെ ചെല്ലാറുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്താണോ നിലവാരമുള്ള വിദ്യാഭ്യാസമുള്ളത്, ഗവേഷണ സൗകര്യങ്ങളുള്ളത്, അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ജപ്പാനിലായാലും ഓസ്ട്രേലിയയിലായാലും അതൊക്കെ പ്രയോജനപ്പെടുത്താൻ മലബാറിലെ വിദ്യാർത്ഥിനികൾ തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് അവരുടെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ പണക്കാരുടെ മക്കളായിട്ടുമല്ല, മറിച്ച് ആ സൗകര്യം അവർ പ്രയോജനപ്പെടുത്തുന്നത് സ്കോളർഷിപ്പുകളും സ്റ്റൈപ്പൻഡുകളുമൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടാണ്.
അത്രയും വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയായി കേരളത്തിലെ യുവതലമുറയെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രവും തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിലവാരമുള്ള സംസ്ഥാനത്ത് ഇവിടെ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ വേണ്ടത്ര ഇനിയും ആവശ്യത്തിന് ഇവിടെ ഇല്ല എന്നുള്ള പരാതിയാണ്. ഓരോ വർഷവും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. SLC പാസ്സാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. +2 പാസ്സാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ബാച്ച് നൽകാനോ ക്ലാസുകൾ കൊടുക്കുന്നതിനോ പോലും ഗവൺമെന്റ് ബുദ്ധിമുട്ടുന്ന സാഹചര്യം. അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അറിവിന് വേണ്ടിയുള്ള അഭിവാഞ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതാർക്കും തന്നെ കാണാതിരിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ നിലവിലുള്ള യൂണിവേഴ്സിറ്റികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, കാർഷിക സർവകലാശാല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, NIT ഉണ്ട്, IIM അതിന്റെ കോഴ്സുകളുണ്ട്. എന്നാൽ ഇവയിലൊക്കെ തന്നെ അതിലൊക്കെ നിറഞ്ഞ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും സർവകലാശാലകൾ വേണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറബിക് സർവകലാശാലയും വേണം എന്നുള്ള ആവശ്യം ഉയരുന്നു. ഒരു അറബി ഭാഷ, അറബി സർവകലാശാല വേണം എന്നുള്ള ആവശ്യം അത് അറബി ഭാഷയുടെ വൈപുല്യമാണ്. അറബി ഭാഷ എന്നത് അത് ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. അത് അറബ് രാജ്യങ്ങളിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഭാഷയല്ല. ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നത്. ലോകത്ത് ഇത്രയേറെ തൊഴിൽ സാധ്യതയുള്ള മറ്റൊരു ഭാഷയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല. ഇംഗ്ലീഷ് ഭാഷ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അത് ലോകഭാഷയായിട്ട് അറിയപ്പെടുകയാണ്. പക്ഷേ ബ്രിട്ടന്റെ മൂക്കിൻ തുമ്പിലുള്ള ഫ്രാൻസിൽ പോയാൽ അവിടെ ഒരു പേര് ഇംഗ്ലീഷ് അറിയുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ജർമ്മനിയിൽ പോയാൽ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സ്പെയിനിൽ പോയാൽ കാണുകയില്ല. അപ്പൊ ബ്രിട്ടന്റെ തൊട്ടടുത്ത അയൽരാജ്യങ്ങളാണതൊക്കെ. അതേസമയം ബ്രിട്ടന്റെ ഭാഷയായ ഇംഗ്ലീഷ് ലോകഭാഷയായ തൊട്ട അയൽരാജ്യങ്ങളിൽ പോലും അന്യമായ ഭാഷ. യൂറോപ്പിന്റെ തൊട്ടടുത്താണല്ലോ റഷ്യ സ്ഥിതി ചെയ്യുന്നത്. റഷ്യയിൽ പോയാൽ ആർക്കെങ്കിലും അവിടെ ഇംഗ്ലീഷ് അറിയാൻ സാധിക്കും. ഇപ്പോ ലോകത്ത് ടെക്നോളജിക്കലായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ ഇംഗ്ലീഷിന് വല്ല സ്ഥാനവുമുണ്ട്. അതേ അവസരത്തിൽ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ അറബി പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അവരൊന്നും തന്നെ അറബിയെ തള്ളി പറയുന്നില്ല. ഫ്രഞ്ചുകാർക്ക് ഇംഗ്ലീഷിനെ വെറുപ്പാണ്, ജർമ്മൻകാർക്ക് ഇംഗ്ലീഷിനെ വെറുപ്പാണ്. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. എന്നാൽ അവിടെ നിന്നുള്ള സാങ്കേതിക വിദഗ്ധന്മാര് ഇംഗ്ലീഷിനേക്കാളേറെ ഇന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് അറബിയെയാണ്. അറബ് രാജ്യങ്ങളിൽ ജപ്പാനിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ നമുക്ക് കാണാൻ കഴിയും. അവര് ദ്വിഭാഷികളെ വെച്ചുകൊണ്ടാണ് അവരവിടെ സേവനമനുഷ്ഠിക്കുന്നത്. സ്വന്തമായി അറബി പഠിക്കാൻ അവർ തയ്യാറാകുന്നു. അതിന് കഴിയാത്തവർ ദ്വിഭാഷികളെ വെച്ചുകൊണ്ടാണ് അവിടുത്തെ ബിസിനസ്സും മറ്റവരുടെ കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകമെമ്പാടുമുള്ള ബിസിനസ് ഭാഷയായി അറബി ഭാഷ മാറുമ്പോൾ അതിനെ കേവലം ഒരു മതഭാഷയായിട്ടോ ഒരു വിഭാഗത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രം സംസാരിക്കുന്ന ഭാഷയായിട്ടോ കാണുന്നത് അപമാനകരമാണ്. അതൊരു പുതിയ കാലഘട്ടത്തിൽ ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത്
അറിവെ പോലുള്ള ഒരു ഭാഷ, അത് ഇവിടെ ഒരുപക്ഷെ ഇംഗ്ലീഷിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കപ്പെടേണ്ടതാണ് എന്നാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം കേരളീയര് ലോകമെമ്പാടും സഞ്ചരിക്കുന്നവരാണ്. തൊഴിൽ തേടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തുന്നവരാണ്. പ്രത്യേകിച്ച് അവര് അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു, അറബ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. അറബ് രാജ്യങ്ങളിൽ നല്ല തൊഴിലവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അറബികളാകട്ടെ ഇന്ത്യക്കാരെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നവരാണ്. ഏത് അറബ് ഭരണാധികാരിയും ഇന്ത്യക്കാരെ സ്നേഹിക്കുന്നു, ഇന്ത്യൻ തൊഴിലാളികളെ സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് കേരളീയ തൊഴിലാളികളെ അവർ വളരെയേറെ സ്നേഹിക്കുന്നു. കേരളത്തിലെ മലയാളികൾ നാട്ടിൽ മടിയന്മാരാണെങ്കിലും പുറത്ത് അവർ കൃത്യനിഷ്ഠയുള്ളവരായിട്ടാണ് അറിയപ്പെടുന്നത്. ഓരോ കമ്പനിയും അവരെ ജോലിക്കാരായി ചേർക്കാൻ ബംഗാളികളെക്കാളോ പാകിസ്ഥാൻകാരെക്കാളോ നേപ്പാളികളെക്കാളോ കൂടുതലായി മലയാളികളെ ജോലിക്ക് വെക്കുവാനാണ് അറബ് രാജ്യങ്ങളിലെ കമ്പനികളും തൊഴിലിടങ്ങളും ഒക്കെ തയ്യാറാക്കുക. ഇത്രമാത്രം തൊഴിലവസരങ്ങൾ മലയാളികളെ തേടി എത്തുമ്പോൾ അവർക്ക് വഴി സുഗമമാക്കുന്നതിന് വേണ്ടി അറബ് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഏതൊരു ഗവൺമെന്റിന്റെയും ചുമതലയാണ്. ഗവൺമെന്റിന്റെ ആ ചുമതലയിൽ നിന്നും പിന്മാറാൻ സാധ്യമല്ല. പഠിക്കാൻ ഉള്ള പ്രചോദനം, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്, പഠിക്കാനുള്ള ആവശ്യം ഉയർന്നു വരുമ്പോൾ അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. അതിനെ മറ്റേതെങ്കിലും തരത്തിൽ കാണുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഭാഷാ പഠനം വർഗീയ പ്രീണനമാണ് എന്ന ഒരുതരം ഉട്ടോപ്യൻ നയം അത് ഒരിക്കലും തന്നെ ഭൂഷണമല്ല. അതൊരു ഗീബൽസിയൻ സിദ്ധാന്തത്തെ നടപ്പാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ അംഗീകരിക്കുവാൻ ബുദ്ധിയുള്ള ആർക്കും തന്നെ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് പറയുവാൻ. ഒരു കാര്യം കുറെ തവണ ആവർത്തിച്ചാൽ, ഒരു നുണ കുറെ തവണ ആവർത്തിച്ചാൽ സത്യമാകും എന്നുള്ള ആ ഗീബൽസിയൻ സിദ്ധാന്തം നടപ്പാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അറബി ഭാഷ പഠിക്കുമ്പോൾ അത് വർഗീയർക്ക് കാരണമാകും എന്നുള്ള കണ്ടെത്തലുകൾ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാവുന്നതല്ല. ചേച്ചി കേരളത്തിലെ അറബി ഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്ത് അതിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ യുവജന സമൂഹത്തിനുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ സ്കൂളുകളിൽ പോലും അറബി ഭാഷ, അതായത് നിലവിലുള്ള സംവിധാനത്തെ പോലും തകിടം മറിക്കാൻ അന്നത്തെ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി ചെറുത്തുന്ന ചരിത്രമാണ് കേരളത്തിലെ യുവജന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഈ ആവശ്യം അംഗീകരിക്കുക. ഇതിനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം ആവശ്യമായിട്ടുള്ളതില്ല. അറബി പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ജപ്പാൻകാർ അറബി പഠിക്കുന്നു, വേറെ മുസ്ലിങ്ങളായിട്ടല്ലോ. ചൈനക്കാർ അറബി പഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങളായിട്ടല്ല. യൂറോപ്യൻ രാജ്യക്കാർ അറബി പഠിക്കുന്നു, മുസ്ലിങ്ങളായിട്ടല്ല. ഇപ്പൊ ലോകത്ത് പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജിയും ബിസിനസ്സും ഒക്കെ വളർന്നു വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മീഡിയം, അതിനെ ഏറ്റവും സഹായകരമായിട്ടുള്ള മീഡിയമായി അറബിക് ഭാഷ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പഠിക്കുക എന്നുള്ള കാലഘട്ടത്തിന്റെ ആവശ്യത്തിനെതിരെ മുഖം തിരിക്കാൻ ഒരു സർക്കാരിനും സാധ്യമല്ല എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിനെ എന്തെങ്കിലും പ്രസ്താവന നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുറപ്പിച്ചിട്ട് ഇറക്കിയോ അതിനെ തടസ്സപ്പെടുത്താൻ ആരും തയ്യാറാകില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ചീഫ് സെക്രട്ടറി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ തീർത്തും അസ്ഥാനത്താണ്. ചീഫ് സെക്രട്ടറി ഗവൺമെന്റിന്റെ സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്, ചീഫ് സെക്രട്ടറിയാണ്. പക്ഷെ അദ്ദേഹം മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ മാസ്റ്റർ സെക്രട്ടറി ആവാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജനാധിപത്യ പാർട്ടികളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, ഭരണകക്ഷികളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ചുമതലയുള്ളത്. അവരെടുക്കുന്ന തീരുമാനങ്ങളെ സുഗമമായി നടപ്പാക്കുക എന്നത് മാത്രമാണ്
എക്സിക്യൂട്ടീവിന്റെ ചുമതല. എക്സിക്യൂട്ടീവ് ആ ചുമതല നിർവഹിച്ചാൽ മതി, അതല്ലാതെ അവർ സൂപ്പർ പവറായി ഇവിടെ വരേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അറബിക് സർവകലാശാല എന്നുള്ള കാലഘട്ടത്തിന്റെ ഈ ആവശ്യത്തെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പുതിയ തലമുറ പഠിക്കാൻ തയ്യാറാകുമ്പോൾ അതുകൊണ്ട് ലോകത്തെ അനേകം തൊഴിലവസരങ്ങൾ അറബി ഭാഷയെ ആസ്പദമാക്കി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തൊഴിലവസരങ്ങളിലേക്ക് ജാതിമത ഭേദമന്യേ മലയാളികൾക്കും അവസരമുണ്ടാക്കി കൊടുക്കുവാനുള്ള അവസരമായി ഈ അറബിക് സർവകലാശാല സ്ഥാപിക്കുക വഴി നമുക്ക് സാധിക്കും. മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പഠിച്ച് അറബിയിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് ലോകമെങ്ങുമുള്ള തൊഴിലവസരങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീൻ. ആദരണീയനായ തങ്ങളവർകളെ, SKSSFന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, നേതാക്കന്മാരെ, വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന പ്രസംഗകരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല രൂപീകരണം നടക്കാൻ പോകുന്ന പ്രാഥമികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന്റെ ഫയലുകൾ അന്തിമഘട്ടത്തിലെത്തി ക്യാബിനറ്റ് വെക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവാദപരമായ ചില പരാമർശങ്ങളും ഒരിക്കലും പുറത്ത് പ്രതികരിക്കാൻ പാടില്ലാത്ത ആളുകൾ ഇതിനെതിരെ പുറത്ത് പ്രതികരിച്ചുകൊണ്ട് ഇത് മുടക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഈ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനുള്ള കാരണം ഇന്നലെ ചീഫ് സെക്രട്ടറിയുടേതായി ഒരു പബ്ലിക് പ്രതികരണം ഒരു സ്വകാര്യ ചാനലിൽ രൂക്ഷമായി ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പ്രതികരിച്ചപ്പോൾ വന്നരായ തങ്ങളവர்கள் സൂചിപ്പിച്ചതുപോലെ ഈ ഭാഷയുടെയും സർവകലാശാലയുടെയും പ്രസക്തി സമൂഹത്തിലുള്ള നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി എല്ലാ വിഭാഗം ആളുകളും അറബിക് സർവകലാശാലയുടെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലൂടെ നമ്മളൊരു പര്യടനം നടത്തിയാൽ അതിസുന്ദരമായ നിലയിൽ പണി കഴിക്കപ്പെട്ട ഭവനങ്ങൾ, വീടുകൾ പരിശോധിച്ചാൽ അതിന്റെയൊക്കെ ഉടമകൾ എവിടെയെന്ന് അന്വേഷിച്ചാൽ അറബ് രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇക്കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാ ജാതി മതവിഭാഗങ്ങളും ഗൾഫ് രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടാണ്. ശതമാനം ആളുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ അറബ് രാജ്യങ്ങളിൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് കണക്ക് പ്രകാരം 75,000 കോടി ഇന്ത്യൻ രൂപ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തൊഴിലെടുത്ത് നമ്മുടെ രാജ്യത്തേക്ക് വർഷം പ്രതി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
വ്യാവസായിക രംഗത്തിൽ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷും ഫ്രഞ്ച് ഭാഷയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്ന ഭാഷ അറബിക്കാണെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ ഏറ്റവും ഉയർന്ന 6 അന്താരാഷ്ട്ര ഭാഷകളിൽ ഒന്നായി അറബിക്കിനെ കണക്കാക്കുന്നു. ഈ അറബ് രാജ്യങ്ങൾ മൊത്തം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണെന്ന ഒരു പ്രത്യേകത നാം ഇതിനോടൊപ്പം അടിവരയിടേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നയതന്ത്ര ബന്ധം നല്ല നിലയിൽ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ ഒരു ബന്ധം അതിന്ന് മാത്രമല്ല, പൗരാണിക കാലം മുതൽക്ക് തന്നെ അയൽ രാജ്യങ്ങൾ നിലയിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളും ഈ അറബ് രാജ്യങ്ങളാണ്. ഇത്രമാത്രം ഇന്ത്യയുമായി കേരളവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയാണ് അറബി. ചില ആളുകൾ മനസ്സിലാക്കി വെച്ചതുപോലെ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ഒരു മതഭാഷയായിട്ട് ഗണിക്കപ്പെടേണ്ടതല്ല സത്യത്തിൽ ഈ ഭാഷ. ഇറാഖ്, സിറിയ, ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ, ലബനാൻ പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങളെ പോലെ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികളുടെ മാതൃഭാഷയാണ് അറബി. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അത്ഭുതം, അറബി ഭാഷയിലെ ഏറ്റവും നല്ല ഡിക്ഷണറി, അറബി ഡിക്ഷണറി അൽമുൻസിദിന്റെ രചയിതാവ് ഒരു ക്രിസ്ത്യാനിയായ ലൂയിസ് മൗലൂഫ്. ഈ തരത്തിൽ ലോകതലത്തിൽ അംഗീകാരം നേടിയ ഇന്ത്യക്കാരായ നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ജോലി കിട്ടാൻ ആവശ്യമായ ഈ ഭാഷ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അതിന് യൂണിവേഴ്സിറ്റി തലങ്ങൾ തന്നെ പ്രത്യേക ചെയറുകളും പ്രത്യേകമായി കോഴ്സുകളും ഒക്കെ അനുവദിക്കപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഏകദേശം 25 ലക്ഷം വിദ്യാർത്ഥികൾ അറബി ഭാഷ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് എല്ലാവിധ സൗകര്യവും ഈ ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈ ഭാഷയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടതല്ല. ചരിത്രപരമായി പരിശോധിച്ചാൽ 3000 വർഷങ്ങളായി അറബികളും കേരളവും തമ്മിൽ അഭേദ്യമായ വാണിജ്യ ബന്ധം നിലനിൽക്കുന്നു. അതിന്റെ ഭാഗമായി ആ ഭാഷയുടെ സ്വാധീനം പോലും മലയാള ഭാഷയിൽ പ്രകടമായി കാണാൻ സാധിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിലെ പല വാക്കുകളും അറബി ഭാഷയിൽ നിന്ന് കടന്നു വന്നതാണ്. ഈ ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല രൂപീകരിക്കണമെന്ന ആശയം മുസ്ലിങ്ങൾ മുന്നോട്ട് വെച്ചതല്ല. സ്വാഭാവികമായൊരു പരിമിതി എന്ന പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചാൽ ഇന്ത്യക്കാരന് വിദേശത്ത് കൂടുതൽ തൊഴിലിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയവരാണ് കൂടുതൽ ഉത്തരവാദപ്പെട്ട ആളുകൾ. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ വളരെ രൂക്ഷമായ നിലയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ അധസ്ഥിതിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തേണ്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ രാജ്യത്ത് അതിന്റെ അനുരണനങ്ങളുണ്ടായ കാലഘട്ടത്തിൽ കേരളം ഇന്ന് ഭരിക്കുന്നത് LDF സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ. ആ ഇടതുപക്ഷ സർക്കാർ നിശ്ചയിച്ച പാലോളി കമ്മീഷനാണ് ഒരു അറബിക് സർവകലാശാല കേരളത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടത് അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതി മത വിഭാഗങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അനുഭാവികളാണ്. ഒരു വിഭാഗം LDFന്റെ രാഷ്ട്രീയ പാർട്ടികളാരാണ്, മറ്റൊരു വിഭാഗം UDFന്റെ പാർട്ടികൾ അണിനിരന്നവരാണ്. രണ്ടുമല്ലാത്തവരില്ലെന്ന് തന്നെ പറയാം. ഈ LDFന്റെ കമ്മിറ്റിയാണ് ഈ ശുപാർശ മുന്നോട്ട് വെച്ചത്. ഇത് ന്യായമായ വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന UDF ഗവൺമെന്റ്
തെരഞ്ഞെടുപ്പിന് നേരിട്ട പശ്ചാത്തലത്തിൽ സ്വന്തം പ്രകടന പത്രികയിൽ പച്ചയായി എഴുതിവെച്ച ഒരു വാഗ്ദാനമാണ് UDF അധികാരത്തിൽ വന്നാൽ അറബിക് സർവകലാശാല നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈ മുന്നണി 4 വർഷം അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ പ്രക്രിയകൾ ആരംഭിച്ചു. അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. ഔദ്യോഗിക തലങ്ങളിൽ അതിന്റെ ഫയൽ നീങ്ങി. അവസാന ഘട്ടത്തിൽ അതിൽ കയ്യൊപ്പ് വെക്കേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിൽ ഒപ്പുവെക്കുന്നിടത്ത് വളരെ മോശമായ ജുഗുപ്സാവഹമായ പ്രതികരണം നടത്തിയെന്ന് പറയുമ്പോൾ അറബിക് സർവകലാശാലയുടെ സ്ഥാപനീയത വളരുമെന്ന അതിനീചവും നികൃഷ്ടവുമായ ഒരു പരാമർശം എഴുതിയെന്ന് മാത്രമല്ല, ഇത് പ്രതിഷേധ സ്വരങ്ങൾ മതേതര കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉയർന്നു വന്നപ്പോൾ, ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രതികരിച്ചപ്പോൾ അത് മറച്ചുവച്ചോ അതിനെതിരെ തീരുമാനമെടുത്തുകൊണ്ടും അത്തരം പ്രതികരണങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കേണ്ട ചീഫ് സെക്രട്ടറി വളരെ നിരുത്തരവാദപരമായ നിലയിൽ ഇന്നലെ പരസ്യമായി ഒരു സ്വകാര്യ ചാനലിൽ പ്രതികരിച്ചിരിക്കുന്നത് അതിലും ക്രൂരമായ ഭാഷയിൽ. വന്നരായ തങ്ങളവരെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളം ഭരിക്കുന്നത് ഗവൺമെന്റാണ്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കേവലം ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ഗവൺമെന്റിന്റെയും നാട്ടിലെ ജനങ്ങളുടെയും പുരോഗതിക്ക് ആവശ്യമായി നടപ്പാക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വലിയ പദ്ധതികൾക്ക് പാരപണിയാൻ സ്വകാര്യമായല്ല പരസ്യമായി തന്നെ രംഗം വരുമ്പോൾ, പരസ്യമായി പ്രതികരിക്കുമ്പോൾ തങ്ങളെ വാദം കുറച്ച് കട്ടിയുള്ള വാക്കാണ്. ഇവർ സൂപ്പർ മാസ്റ്റർമാരാകാൻ ശ്രമിക്കേണ്ടതില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മീത വരാൻ ഇവർക്ക് ഒരു അവകാശമുള്ളത് അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരണകക്ഷിയുടെ പ്രഗത്ഭനായ ഘടകകക്ഷിയുടെ ഉന്നതാധികാര സമിതി അംഗം മാത്രമല്ല, ജില്ലാ അധ്യക്ഷൻ കൂടിയായ തങ്ങളവർഗാണ് ഗൗരവസ്വരത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇത് SKS സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചീഫ് സെക്രട്ടറി നടത്തിയ പ്രതികരണത്തെ തുടർന്ന് ഒരു പ്രതികരണത്തിന്റെ ഒരു തീപ്പൊരി, ഒരു പൊരി മാത്രമാണ്. ന്യായമായ ഈ ആവശ്യം അത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഈ രാജ്യത്തെ മൊത്തം ജനങ്ങളുടെ ആവശ്യം, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ അറബ് രാജ്യങ്ങൾ അംബാസിഡർമാരായി ജോലി ചെയ്യുന്ന, അവരുടെ ഉദ്യോഗസ്ഥന്മാരായി ജോലി ചെയ്യുന്ന IFS നേടിയ ആളുകൾ, ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ആളുകൾ, അവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അറബി പഠിക്കണം. ഇന്നവർ അറബി പഠിക്കാൻ പോകുന്ന ഖത്തർ യൂണിവേഴ്സിറ്റിയിലാണ്. ആ സൗകര്യങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുത്ത് ഈ രാജ്യത്തിന് വികാസം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനുള്ള ചില നിക്ഷിപ്ത താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് പാരപണിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കന്മാർ അക്ഷന്തവ്യമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികൊണ്ട് ഈ തീരുമാനം ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ധീരമായി തീരുമാനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ വാക്കിന് വിരാമം കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് SKS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ പന്തലൂർ സാഹിബാണ്. അദ്ദേഹത്തെ അധ്യക്ഷനായി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه. ആദരണീയനായ അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാറുടെ വേദിയിലെ SYSന്റെ നേതാക്കളായ സയ്യിദ് KK തങ്ങൾ സലീം അടക്കര, നമ്മുടെ ഈ പ്രതിഷേധ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യ സുഹൃത്ത് നൗഷാദ് മല്ലിശ്ശേരി ഉൾപ്പെടെയുള്ള
വേദിയിലെ ബഹുമാനരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദിഷ്ട അന്താരാഷ്ട്ര അറബിക് സർവകലാശാലയുടെ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ചില ബോധപൂർവമായ വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നുവന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഓരോ കേരളീയനും വളരെ ആവേശപൂർവ്വം കാത്തിരുന്ന ഈ സർവകലാശാലയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഇതേപോലെ വിവിധങ്ങളായ പ്രതിഷേധ പരിപാടികളുമായി ഇന്ന് കേരളീയ സമൂഹം വളരെയധികം സജീവമായിരിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറബി ഭാഷയെ, പ്രത്യേകിച്ച് അറബി യൂണിവേഴ്സിറ്റിയെ ഒരു മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് അതൊരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രം നേട്ടമുണ്ടാക്കാനുള്ള, അതിന് കൃത്രിമമായി കുറെ എതിരാളികളെ സൃഷ്ടിച്ച് അതില്ലായ്മ ചെയ്യാൻ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ശ്രമിച്ചു എന്നതാണ് വളരെ ഗൌരവപൂർവ്വം നമ്മൾ കാണേണ്ട വസ്തുത. ഒരിക്കലും ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിൽ ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടേയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അറബി ഭാഷയ്ക്ക് പുരോഗതി ഉണ്ടാകുന്ന പല സംവിധാനങ്ങളെയും പ്രതികൂലമായ നിലപാട് സ്വീകരിച്ച LDF സർക്കാരാണ് പാലോളി കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ഇങ്ങനൊരു സർവകലാശാല ഇവിടെ വിഭാവന ചെയ്യുന്നത്. ഒരിക്കലും ഒരു സമുദായ താൽപര്യമാണ് അതിന്റെ പിന്നിലെന്ന് ആർക്കും ആരോപിക്കാൻ കഴിയില്ല. അതിനുശേഷം ഇവിടെ ഏതെങ്കിലും സമുദായ പാർട്ടികളോ മതസംഘടനകളോ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ വിഭാവന ചെയ്ത കേരളീയർക്ക് വാഗ്ദാനം ചെയ്ത സംഗതിയാണ് ഈ അറബി സർവകലാശാല. UDF ഗവൺമെന്റ് വന്നതിന് ശേഷം അത് സംബന്ധമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു ഉന്നത വിദ്യാഭ്യാസ സമിതിയെ നിയോഗിച്ചു. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള അറബി ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ വിദ്യാഭ്യാസ സംരംഭങ്ങളെക്കുറിച്ച് വളരെ ദീർഘമായ അന്വേഷണങ്ങൾ നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരുപക്ഷെ 1-2 ആഴ്ചകൾക്കിടയിൽ നടക്കാനിരിക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വളരെ ബോധപൂർവം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ പേരിൽ ഇവിടെ പലരും പ്രസംഗിച്ചതും നമ്മുടെ മാധ്യമങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും അതേപോലെ ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് ഇതിന് ഉടക്കുവെക്കാൻ ആവശ്യമായ നോട്ട് എഴുതിയത് എന്നാണ് നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയോ അറിയാതെ നോട്ട് എഴുതുന്നവരല്ല, അങ്ങനെ അവരറിയാതെ നോട്ട് എഴുതി പോയതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം കേരളീയർ വിഡ്ഢികളല്ല എന്ന് ഇവർ മനസ്സിലാക്കണം. ഇവരുടെ മൗനസമ്മതത്തോടുകൂടി ഇവരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള അപകടകരമായ പരാമർശങ്ങൾ ആ നോട്ടിൽ എഴുതിയത്. ഏതെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചതായിരുന്നെങ്കിൽ ആ നോട്ട് എഴുതിയതിനു ശേഷം ഇന്നലെ പുനഃസംപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയിൽ സ്വകാര്യ ചാനലിൽ ഈ അറബി സർവകലാശാലയുടെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല.
അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഉദ്യോഗസ്ഥരുടെ വേഷത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും ഇതിന്റെ അണിയറക്കുന്നതിൽ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെ വളരെ ബോധപൂർവം ഒരു സർവകലാശാല യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സം നിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ന്യായങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നലെയും സെക്രട്ടറി പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ അറബി ഭാഷ ഇല്ല എന്നാണ്. അറബി ഭാഷ ഇല്ല എന്ന കാരണത്താൽ ഈ അറബി സർവകലാശാലയ്ക്ക് പ്രാധാന്യമില്ല, പ്രസക്തിയില്ല എന്നാണ് ചീഫ് സെക്രട്ടറി വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്ന കാലത്ത് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 16 ഭാഷകളാണുള്ളത്. അതിനുശേഷം രാജ്യത്തിന്റെ ഭരണഘടന വ്യത്യസ്തമായ കാലമില്ല. ഇംഗ്ലീഷ് ഭാഷ പോലുമില്ല. ആ ഇംഗ്ലീഷ് ഭാഷയെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ആ ഇംഗ്ലീഷ് ഭാഷയെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അപ്പൊ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് അറബി ഭാഷ അതിലില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായി ഉപയോഗപ്പെടുത്തുന്ന ലിപിയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നാട്ടുഭാഷകളും കാട്ടുഭാഷകളും ഉൾപ്പെടുന്ന ഭാഷകൾ മാത്രമാണ് ഈ 22 ഭാഷകളിലൂടെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇംഗ്ലീഷ് ഭാഷ പോലും ഇല്ലാത്ത ആ 8ാം ഷെഡ്യൂളിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഉടക്കിടാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ പേരിൽ ഇവിടുത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയുണ്ടാകും, വിഭാഗീയതയുണ്ടാകും, സാമുദായിക സ്പർദ്ധയുണ്ടാകുമെന്ന് അദ്ദേഹം ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ അറബി ഭാഷ പഠിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ അറബി ഭാഷ പഠിക്കാനുള്ള സംവിധാനമുള്ളത് കേരളമാണ്. പ്രാഥമികമായ 3-4 വയസ്സ് മുതൽ ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ചെന്നാൽ ആവശ്യമായിട്ടുള്ള വിധം സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ മാതൃകയായ യോഗ്യമായ രീതിയിൽ യൂണിവേഴ്സിറ്റികൾ പോലും അറബി തലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളമാണ്. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ അറബി ഭാഷ പഠിച്ചതിന്റെ പേരിൽ ഒരു സാമുദായിക കലാപമുണ്ടായതായി ചീഫ് സെക്രട്ടറിക്ക് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അറബി ഭാഷ പഠിച്ചു എന്ന കാരണത്താൽ ഇവിടെ എവിടെയെങ്കിലും വർഗീയത ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പക്ഷേ ഇതൊന്നും ശരിയല്ല എന്നറിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വലിയ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ അറബി ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി വന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു ജനവിഭാഗം പുരോഗതി പ്രാപിക്കുമെന്നാണ് നിങ്ങൾ അതിനെ കണക്കുകൂട്ടുന്നതെങ്കിൽ അറബി ഭാഷ പഠിച്ചാൽ, അറബിക്ക് യൂണിവേഴ്സിറ്റി വന്നാൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോ മതവിഭാഗത്തിനോ മാത്രമുള്ള പുരോഗതിയല്ല. ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിന് പോലും അതിന്റെ സമ്പദ്ഘടനയ്ക്ക് വരെ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിയാവുന്ന വലിയൊരു പദ്ധതിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ യാഥാർത്ഥ്യബോധത്തോടുകൂടി വേണം ഇതിനെ സമീപിക്കാനെന്ന് ഇത്തരം ആളുകളോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കേരള ഗവൺമെന്റ് ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ആ ബജറ്റിൽ കോടിക്കണക്കിന് രൂപ ഓരോ പദ്ധതികൾക്കും നീക്കിവെക്കാറുണ്ട്. നീക്കിവെച്ച തുക മുഴുവനും ചെലവഴിക്കപ്പെടാറില്ലെങ്കിൽ പോലും കോടികളുടെ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ് തുകയേക്കാൾ എത്രയോ ഇരട്ടി സംഖ്യയാണ് പ്രവാസികളിലൂടെ നിക്ഷേപമായിട്ട് നമ്മുടെ കേരളം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായ പണവും സംവിധാനവും സൗകര്യം ചെയ്യാൻ അറബികൾ വേണം, അറബി നാടുകൾ വേണം. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവാസി ധനാഢ്യന്മാരായിട്ടുള്ള നിക്ഷേപകർ ആവശ്യമുണ്ട്. പക്ഷേ ഈ രാജ്യത്തിന്റെയും നാടിന്റെയും പുരോഗതിക്ക് ഏറ്റവും വലിയ സംഭാവന അർപ്പിക്കാവുന്ന ഒരു ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അത് മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരമല്ല, മതസംഘടനയുടെ ആവശ്യപ്രകാരമല്ല, സാമുദായിക സംഘടനയുടെ ആവശ്യപ്രകാരമല്ല. ഇവിടെ വലിയ സെക്യുലറിസത്തിന്റെ അപ്പോസ്തലന്മാരായി രംഗപ്രവേശം ചെയ്ത ആളുകൾ തന്നെ തുടക്കം കുറിച്ച ഈ ഭാഷാ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോ അതിനെ ഞെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കൗതുകകരമായ ഒരു സംഗതി, പാലോളി കമ്മീഷനിലൂടെ ഈ ശുപാർശയ്ക്ക് വേണ്ടി
നിയോഗിച്ചിട്ടുള്ള അങ്ങനെ ആ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ശുപാർശ ചെയ്തിട്ടുള്ള ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഉത്തരവാദപ്പെട്ട CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളോ ഈ വിവാദത്തിൽ ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഇവരുടെ മനസ്സിൽ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്ന സംഗതിയാണ്. അവര് കൊണ്ടുവരാൻ ശ്രമിച്ച യൂണിവേഴ്സിറ്റിയാണ്, അവര് ശുപാർശ ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഈ മതത്തിന്റെയും വർഗീയതയുടെയും സാമുദായികതയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് ഈ സംവിധാനത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അത് വിഭാവന ചെയ്ത ആളുകൾ പോലും വളരെ ബോധപൂർവ്വം മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രബുദ്ധരായ കേരളീയർക്ക് സാധിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുള്ളതാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു മതത്തിന്റെ പേരിൽ ഇത് ചാർത്തപ്പെടേണ്ടതില്ല, ഒരു സമുദായത്തിന്റെ പേരിൽ ചാർത്തപ്പെടേണ്ടതില്ല. ഇവിടെ വിദേശകാര്യ സർവീസിൽ ജോലി ലഭ്യമാകുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അറബി ഭാഷ അറിയാത്ത ആളുകൾക്ക് ആ അറബി ഭാഷയിൽ പ്രാവീണ്യവും പരിശീലനവും കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ വിദേശത്ത് പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഭാഷാ പരിശീലനങ്ങളും സ്പോക്കൺ അറബിക് പരിശീലനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണിത്. എന്താണ് കാരണം? അവർക്ക് വിദേശകാര്യ സർവീസിൽ ജോലി ചെയ്യണമെങ്കിൽ അവരിവിടെ നിന്ന് പഠിച്ച ഹിന്ദി അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല, അവരിവിടെ പഠിച്ച ഇംഗ്ലീഷ് ഭാഷ അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടെ അവരുടെ ഡ്യൂട്ടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിർവഹിക്കണമെങ്കിൽ അവർക്ക് അറബി ഭാഷ അറിയണം. അറബി ഭാഷ അറിയാത്തതിന്റെ പേരിൽ വിദേശകാര്യ സർവീസിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ട് അറബി ഭാഷയിൽ പരിശീലനം കൊടുക്കേണ്ട ഒരു ഗതികേട് ഇന്ത്യ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് സത്യത്തിൽ ഈ അന്താരാഷ്ട്ര അറബി സർവകലാശാല. ഈ അറബി സർവകലാശാല വിഭാവന ചെയ്യുന്ന ശ്രമങ്ങളും മറുഭാഗത്ത് അറബി സർവകലാശാല വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെയുള്ള വ്യത്യസ്ത സർക്കാർ കോളേജുകളിലുള്ള അറബി കോഴ്സുകളെല്ലാം ഈ അറബിക് സർവകലാശാലയിലേക്ക് വരും. അങ്ങനെ ഈ അറബിക് സർവകലാശാലയിലേക്ക് കോഴ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള സർക്കാർ കോളേജുകളിലോ മാനേജ്മെന്റ് കോളേജുകളിലോ അറബി പഠനം അവസാനിക്കും. അങ്ങനെ അറബി പഠിക്കാൻ ഏക അത്താണിയായിട്ട് ഈ അറബിക് സർവകലാശാല മാറും. ഇത് അറബി സർവകലാശാലയായിരിക്കെ സ്വാഭാവികമായും അറബി ഭാഷയോട് ഇത്തരത്തിലുള്ള നയസമീപനങ്ങളുള്ള സർക്കാർ മാറി വരുമ്പോ സ്വാഭാവികമായും ഈ അറബി ഭാഷ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഈ സർവകലാശാലയെ ഇല്ലായ്മ ചെയ്യുവാനോ അതിന്റെ പുരോഗതി തടസ്സപ്പെടുത്താനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നിർദ്ദിഷ്ട അന്താരാഷ്ട്ര അറബിക് സർവകലാശാല അറബി ഭാഷയുടെ പുരോഗതിക്കല്ല അറബി ഭാഷയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനും നമുക്കിടയിൽ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഈ അറബിക് സർവകലാശാല വിഭാവന ചെയ്യുന്നത് തന്നെ ഇത് നോൺ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി എന്നതാണ്. നിലവിൽ ഏതെല്ലാം കോളേജുകളിൽ ഇന്ന് അറബി ഭാഷ പഠിക്കുന്നുണ്ടോ, പഠിക്കാൻ സൗകര്യമുണ്ടോ, ആ കോഴ്സുകളെല്ലാം അവിടെ തന്നെ തുടരും. ഇവിടെ അറബി ഭാഷ പഠിക്കാൻ ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുമ്പോ അതിന് വിഭാവന ചെയ്യപ്പെടുന്ന രീതി അനുസരിച്ചുകൊണ്ട് അവിടെ പുതിയ കോഴ്സുകൾ സംവിധാനിക്കും, അവിടെ പുതിയ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. അവിടെ ഏത് കോഴ്സിന് ചേർന്നാലും ആ കോഴ്സിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിയും 1-2 പേപ്പറുകൾ അറബി ഭാഷ കൂടി പഠിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം എന്നതിനേക്കാളപ്പുറം രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്കും ഏറ്റവും വലിയ ഗുണനിലവാരത്തിലേക്ക് ഉയരാൻ ആവശ്യമായിട്ടുള്ള ഒരവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ചിന്തിക്കണം. ഇതിനെതിരായിട്ടുള്ള പ്രതികരണം നടത്തിയ ആളുകൾ അത് മനസ്സിലാക്കണമെന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറബി വൈജ്ഞാനികമായ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കുരിശുചാട്ടങ്ങളും പഴയ കാലങ്ങളിൽ അറബി പണ്ഡിതന്മാരുടെ ലോകത്ത് നൽകിയിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭ പോലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്നാണ് അറബി. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്നാണ് അറബി. മാത്രമല്ല ഇന്ത്യ ലോകത്തുള്ള മൊത്തം ജനസംഖ്യയിൽ 5-1 പേർ സംസാരിക്കുന്ന ഭാഷയാണ് അറബി. ആ അറബിയെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ സംസ്കൃത സർവകലാശാലക്ക് തുല്യമായി അറബി എഴുതുന്നത് ചീഫ് സെക്രട്ടറി. ഇവിടെ ഏതെങ്കിലും പ്രാദേശിക നാട്ടുഭാഷകൾക്ക് സമാനമായി ഈ അറബി ഭാഷ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്നായി പറയപ്പെടുന്ന അറബിയെ
കേരളത്തിന്റെ ബജറ്റ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഗൾഫ് പ്രവാസി മേഖലകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നിക്ഷേപങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് ചില സാമുദായികമായ വർഗീയമായ താൽപര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ ഇല്ലായ്മയായി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങൾ കേവലം ചീഫ് സെക്രട്ടറിയോ ഒരു ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയോ നടത്തുന്ന കരുക്കളാണ് എന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഉത്തരവാദിത്തബോധത്തോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ധനകാര്യമന്ത്രി കെ എം മാണിയും ഇതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയെ ഒരു തവണ മാത്രമേ മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കുകയുള്ളൂ. ഒരു തവണ പാമ്പ് കടിച്ചവരാണ് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുടനീളം ധാരാളം ചർച്ചകൾ നടന്നു. ആ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പിന്നാക്ക ജനവിഭാഗത്തിലുടെയും ഈഴവരേക്കാൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തെക്കാൾ പോലും പിന്നാക്കം നിൽക്കുന്ന അവസ്ഥാവിശേഷം കേരളത്തിലെ മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗത്തിലുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി UDF സർക്കാർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നൽകണമെന്ന് അന്ന് UDF സർക്കാരിന്റെ കാലത്ത് ആവശ്യപ്പെടുകയും അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും സമരങ്ങളും സന്നാഹങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടി അത് പരിഗണിക്കാം, അതാവശ്യമായ കാര്യങ്ങൾ അനുഭാവപൂർവ്വം സ്വീകരിക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ആ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു നരേന്ദ്ര കമ്മീഷൻ പാക്കേജ് പ്രഖ്യാപിച്ച് അന്ന് മുങ്ങിയ ആ ഉമ്മൻചാണ്ടിയെ കേരളീയ മറന്നിട്ടില്ല. ഈ ഏതാനും മാസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്ന അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന ഈ വളരെ കുടിച്ചായ സമയത്തിനകം ഈ അറബിക് സർവകലാശാലയുടെ പേരിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാന നിമിഷം ഒരു സ്പെഷ്യൽ ഓഫീസർ വെച്ചുകൊണ്ട് അറബിക് സർവകലാശാല ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് കേവലം പ്രഖ്യാപനം നടത്തി വാചക ചർച്ച നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഈ ഭരണം അവസാനിപ്പിക്കാനാണ് പദ്ധതിയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അതിനാവശ്യമായ പ്രതികരണങ്ങൾ നടത്താൻ മാത്രം കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം വിനിയോഗിക്കുമെന്ന് മാത്രം സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം സൂചനയാണ്. ഇന്ന് കേവലം 1,00,000 പേരുടെ ഇമെയിൽ SMS സംവിധാനത്തോടുകൂടി മുഖ്യമന്ത്രിക്ക് ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് SKSF ആഹ്വാനം ചെയ്തു. അത് കേവലം SKSFന്റെ പ്രവർത്തകൻ മാത്രമല്ല, ആ അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ പങ്കാളിത്തം വഹിച്ചുവെന്ന് മാത്രമല്ല, ആ പങ്കാളിത്തം വഹിച്ചതിന്റെ ഫലമായി ഇന്ന് ഉച്ചം 1 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ IT സെല്ല് ഓഫീസിന്റെ അടച്ചുപൂട്ടേണ്ട ഗതികേട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കേവലം IT സെല്ല് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് തന്റെ തൊഴിലെടുക്കാൻ കഴിയാത്തതിനുമുള്ള ശക്തമായ പ്രതിഷേധവുമായി ഈ സംഘടന തിരിച്ചുവരുമെന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യാഥാർത്ഥ്യമാകുന്നതുവരെ, ഈ നിർദ്ദിഷ്ട അന്താരാഷ്ട്ര അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാകുന്നതുവരെ പ്രഖ്യാപനത്തിനുകൊണ്ടല്ല, അതിന്റെ ക്രിയാത്മകമായ നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളിലുള്ള വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി സംഘടന മുന്നോട്ട് വരുമെന്ന് സൂചന നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നൗഷാദ് മണ്ണശ്ശേരി നമ്മളെ അഭിമുഖീകരിക്കുന്നു. വേദിയിലെ സർവാദരണീയരായ നേതാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരൻ, അറബിക് സർവകലാശാലയുടെ അനിവാര്യതയെക്കുറിച്ചും അതിന്റെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു. ഞാനത് വലിയ ദീർഘമായി അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി സംസാരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ചീഫ് സെക്രട്ടറി ഇന്നലെ നടത്തിയ ഒരു പരാമർശം, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഫയലിലെ പരാമർശം, ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഗവൺമെന്റിന്റെ നയപരമായ ഒരു തീരുമാനമല്ല. ചീഫ് സെക്രട്ടറി ഇവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചില കാര്യങ്ങൾ അതിൽ എഴുതിയെന്നുള്ളൂ. ഇത് ക്യാബിനറ്റിൽ വരും, മന്ത്രിസഭയിൽ വരും, അവിടെയാണ് നയപരമായ തീരുമാനമെടുക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് ഉറച്ച്
നിൽക്കാം. ക്യാബിനറ്റിൽ ഈ കാര്യം വരുമ്പോൾ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ നയപരമായ തീരുമാനം ഫയലിൽ ആരെന്തൊക്കെ നോട്ട് എഴുതിയാലും അത് ക്യാബിനറ്റിൽ വരേണ്ട ഫയലാണെങ്കിലും മന്ത്രി തീരുമാനിക്കേണ്ട ഫയലാണെങ്കിലും ഒരു ഫയൽ താഴെ തട്ടിൽ നിന്ന് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറി വരെ ഫയലിൽ എഴുതിയതിനെതിരായി ഉത്തരവിറക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിക്ക് അവകാശമുണ്ട്. നയപരമായ കാര്യം ഗവൺമെന്റാണ് എടുക്കേണ്ടത്. ഈ കാര്യത്തിൽ ജനാധിപത്യ മുന്നണി രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് അറബിക് സർവകലാശാല. അതുകൊണ്ട് തന്നെ ഇത് ക്യാബിനറ്റിൽ വരുമ്പോൾ ഗവൺമെന്റ് അതിന്റെ ഉത്തരവായി ജീവായി വരുമെന്നും സർവകലാശാല ഉണ്ടാകുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അല്ലാതെ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഗവൺമെന്റ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അത് ക്യാബിനറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ പറയപ്പെട്ട 2 മന്ത്രിമാർക്കും എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിനെതിരായ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ട് ഉണ്ടായിരുന്നില്ല. ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരു UDF അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിന് വന്ന UDF. LDF UDF തമ്മിൽ 2 സീറ്റിന്റെ മാറ്റം ഉണ്ടായിരുന്നു. എവിടെയാണ് പിന്നെ ജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി VS പ്രതിപക്ഷ നേതാവായി മാറിയത് 10-20 സീറ്റോടുകൂടി ജനാധിപത്യ മുന്നണിയിൽ ശക്തമായ ഘടകകക്ഷി വിജയിച്ചു വന്നപ്പോഴാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ആഫീസിലിരിക്കുമ്പോൾ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ ഉഗ്രപ്രതാപികളായ നേതാക്കന്മാരൊക്കെ വളരെ കുറഞ്ഞ വോട്ടിന്, പിറവത്ത് 100-ൽ താഴെ വോട്ടിന്, KM മാണി സാർ 29,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 3000 ചില്ലാനം വോട്ടിന്, K ബാബു 25,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് രമേശ് ചെന്നിത്തല 4,000 വോട്ടിനൊക്കെ കഷ്ടിച്ച് വിജയിച്ചപ്പോ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ ഒന്നാകെ ലഭിക്കുകയും ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്ത് കേരളത്തിൽ ഈ ന്യൂനപക്ഷ സമൂഹം ഭൂരിപക്ഷമായ സ്ഥലങ്ങളിലാണ് ഇവരുണ്ടാക്കിയ ഗവൺമെന്റ്. അതിനുണ്ടായ കാരണം എന്താ അറിയോ? കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിദ്യാഭ്യാസ വകുപ്പ് MA ബേബി, കേരളം കണ്ട ആദ്യത്തെ മാർക്സിസ്റ്റുകാരനായ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി വിദ്യാഭ്യാസ മേഖലയിലെടുത്ത ചില തലതിരിഞ്ഞ നയങ്ങൾ, സെക്സ് എഡ്യൂക്കേഷനെ പോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ക്ലാസ് റൂമുകളിൽ ഇടകലർത്തിയെടുക്കണമെന്ന സർക്കുലർ പോലെ മതമില്ലാത്ത ജീവനെ പോലെയുള്ള അധ്യായങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇവിടുത്തെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, സ്കൂളിന്റെ സമയക്രമം മാറ്റിയിട്ട് മദ്രസാ പഠനത്തെ താറുമാറാക്കാൻ വേണ്ടി ശ്രമമുണ്ടായപ്പോ ഒരു സമൂഹം ഒന്നടങ്കം ആ വിഷയത്തിനെതിരായി ഉയർത്തെഴുന്നേൽക്കുകയും ആ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇവിടെ വന്നത്. ആ ഗവൺമെന്റ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം പാലിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് പറയും നമുക്കറിയാം. കേരളത്തിൽ സംസ്കൃത സർവകലാശാല കൊണ്ടുവന്നത്, കേരളത്തിൽ മലയാള സർവകലാശാല കൊണ്ടുവന്നത്, സംസ്കൃത യൂണിവേഴ്സിറ്റി വന്നത് എങ്ങനെയാണ്? 1991 ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ വാഗ്ദാനമായിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞു കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ സംസ്കൃത സർവകലാശാല കൊണ്ടുവരും. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ടായി. ആ സംസ്കൃത യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ടായപ്പോ ഇന്നലെ ചീഫ് സെക്രട്ടറി തൂക്കമൊപ്പിക്കാൻ വേണ്ടി പറഞ്ഞു സംസ്കൃത യൂണിവേഴ്സിറ്റി എന്തിനാണ്? അതുകൊണ്ട് സംസ്കൃതം ഇന്ത്യയുടെ സംസ്കാരത്തെയും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്ന സർവകലാശാല, സംസ്കൃത സർവകലാശാല ഉണ്ടായതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ഭാഷയ്ക്ക് ഒരു സർവകലാശാല ഉണ്ടായാൽ വർഗീയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എനിക്കിതിന് വേറെ ചില സംശയങ്ങളുണ്ട്. എന്താ കേരളത്തിലൊരു പുതിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു മൂന്നാഞ്ചേരിയുടെ കരിയിലുണ്ടോ? അതിന്റെ സംശയം ശരിയല്ലെങ്കിൽ നമ്മളതിന് പിന്മാറാം. മൂന്നാഞ്ചേരി കുട്ടനും മുട്ടനും തമ്മിൽ എടുക്കുമ്പോൾ ചോര എടുക്കുമ്പോൾ നക്കിക്കുടിക്കാൻ വന്ന കുറുനരിയുടെ ബുദ്ധി ഈ പറയപ്പെട്ട സത്താർ സമരത്തിന്റെ പ്രസംഗത്തിൽ പറയപ്പെട്ട മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും ഒക്കെ പേരുകൾ കൂട്ടി വായിക്കുമ്പോ
ആ പേരുകൾ ഞാനിനി ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാത്ത. കൂട്ടി വായിക്കുമ്പോ കേരളത്തിലൊരു വർഗീയതയുടെ ഒരു മൂന്നാം തീയതി ഉണ്ടാക്കി രണ്ടാളുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് അതിനാണോ സംസ്കൃത സർവകലാശാല എന്ന പേര് അപ്പുറത്തും അറബിക് സർവകലാശാല എന്ന പേര് ഇപ്പുറത്തും പറഞ്ഞിട്ട് ഇതിന്റെ നടുവിൽ നിന്ന് രക്തം കുടിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ഫലഭൂഷ്ടമായ തലത്തോർ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം ഭരിക്കുമ്പോ നിങ്ങൾ കളിച്ച കളിയാണത്. ആ കളിയിലൂടെ പലതും ആ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് പല അപ്പകഷ്ണങ്ങളും നിങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ കാലം ഏറെ കഴിഞ്ഞുപോയ ഈ സമയത്ത് അത് മാന്തി പൊളിച്ചെടുക്കാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത്തരത്തിൽ ഒരു ശൃഗാലം ആരുടെയെങ്കിലും ഫലഭൂഷ്ടമായ തലച്ചോറിൽ ഉയർന്നു പൊങ്ങുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ, ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ, കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ തന്നെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ സജ്ജമായ ഒരു സമൂഹവും സമുദായവും സംഘടനയും ഇവിടെ ഉണ്ട് എന്ന ആസുര ജീവികൾ മനസ്സിലാക്കണം എന്ന് അതേക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ വിശദീകരിക്കില്ല. സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്ന വിവാദമൊന്നും ഉണ്ടായിട്ടില്ല. ആ സംസ്കൃതത്തിന് സർവകലാശാല കൊണ്ടുവന്ന മലയാള സർവകലാശാല നമ്മുടെ ജില്ലയിലെ തിരൂരിൽ മലപ്പുറം മലയാള ഭാഷയുടെ പിതാവിനെ പറ്റ മണ്ണാണ്. അതുകൊണ്ട് മലപ്പുറത്തേരം പറയുന്ന മലയാളത്തിനൊരു പൗരുഷമുള്ളത്. മലപ്പുറത്തിനപ്പുറത്ത് പറയുന്ന പല മലയാളത്തിന് ത്രൈണമായ ഭാവം ഉണ്ടാകുമ്പോ മലപ്പുറത്തിന്റെ മലയാളത്തിന് പൗരുഷമുണ്ടാകുന്നത് ഇത് ഭാഷാപിതാവിന്റെ മണ്ണായതുകൊണ്ട് ആ ഭാഷാപിതാവിന്റെ മണ്ണിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സർവകലാശാല കൊണ്ടുവന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, മുസ്ലിം ലീഗാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ കൊണ്ടുവന്ന മുസ്ലിം ലീഗിന്റെ കാലത്താണ്. മുസ്ലിം യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ചത് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. 56 നവംബർ 1 കേരളം ഉണ്ടായി. കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടില്ല. തിരുവിതാംകൂർ മഹാരാജാവ് കന്യാകുമാരിയും നാഗർകോവിലും നാഞ്ചിനാടുമൊക്കെ തിരുവിതാംകൂറിന്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂർ സർവകലാശാല അതിന്റെ ബോർഡ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് മാറ്റിവെച്ചു. മലപ്പുറം ജില്ലക്കാരനായ EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രമുഖ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുമായി. കേരളത്തിൽ സർവകലാശാല ഉണ്ടായിട്ടില്ല. സോഷ്യലിസ്റ്റ് നേതാവ് പട്ടം താണുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കേരളത്തിലെ സർവകലാശാല ഉണ്ടായിട്ടില്ല. ആർ ശങ്കറിന്റെ ഗവൺമെന്റ് കേരളത്തിലുണ്ടായി. കോഴിക്കോട്ടുകാരനായ PP ഉമ്മർ പോയ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി. കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടില്ല. 1967 സപ്തകക്ഷി മുന്നണിയിൽ CH മുഹമ്മദ് പോയ സാഹിബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് ഈ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്ത് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി നിർമ്മായ കർമ്മനാശ്രീ എന്നൊരു സംസ്കൃത ശ്ലോകത്തിന് താഴെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന ബോർഡ് വെച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ സർവകലാശാല കേരളത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി, കുസാറ്റ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. CH വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോഴാണ് അന്ന് മലയാളിക്ക് സാങ്കേതിക വിദ്യാഭ്യാസം എന്താണെന്ന് അറിയില്ല. ടെക്നോളജി എന്ന വാക്ക് മലയാളി കേൾക്കുന്നതിന് മുമ്പ് കേരളത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ പോയി കേരളത്തിന്റെ ഭരണാധികാരികൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഹബ്ബായി മലയാളത്തെ തെരഞ്ഞെടുത്ത് അവാർഡ് വാങ്ങി അതിന്റെ അസ്ഥിവാരമിട്ടത് 1968 കുസാറ്റ് തുടങ്ങിയപ്പോഴാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ആ സംഘടന തന്നെയാണ് വേദോപനിഷത്തുകളുടെ ഭാഷയ്ക്ക് സംസ്കൃത സർവകലാശാല കൊണ്ടുവന്ന്. ഞാൻ ചോദിക്കട്ടെ, MA ബേബി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് മലയാള സർവകലാശാല ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഇതിന് മുമ്പൊരു കാലത്ത് ഉണ്ടായിട്ടില്ല. മലയാള സർവകലാശാല മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. മലയാള സർവകലാശാല വന്നതുകൊണ്ട് എന്തെങ്കിലും കുറവോ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തിരൂരിൽ മലയാള സർവകലാശാല കൊണ്ടുവന്ന അതേ സംഘമാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ മലയാള സർവകലാശാല പറഞ്ഞതുപോലെ അറബിക് സർവകലാശാലയും പറഞ്ഞിട്ടുണ്ട്. സത്താർ താമരത്ത് സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇത് മുസ്ലിമീങ്ങളുടെ ഒരു മതഭാഷയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സത്താർ പന്തല്ലൂരാണ്. അത് സാറില്ല, താമരത്ത് നമ്മുടെ സെക്രട്ടറിയാണ്. അത് ഇടയ്ക്ക് പറഞ്ഞു. അതെന്തുകൊണ്ടാരോ ഉസ്മാനും ഞാനുണ്ടാവും ഒരു സ്റ്റേജിൽ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ശരിയായി. ഇപ്പൊ യോഗം കഴിഞ്ഞു വരാണ്. ഞാൻ വൈകിയത് അതുകൊണ്ടാക്കും. ഉസ്മാൻ താമരത്ത് ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചിട്ട് വരാണ്. സത്താർ താമരത്തിൽ നമുക്കൊരു നേതാവുണ്ട്. അപ്പോ നായനാര് പറഞ്ഞ രണ്ടും കണക്കന്നെ. അറബി ഖുർആൻ അറബിയിൽ ആയതുകൊണ്ട് അത് മുസ്ലിങ്ങളുടെ മതഭാഷയാണ്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ചീഫ് സെക്രട്ടറി മലയാള നാടുമായിട്ട് അറബികൾക്ക് ബന്ധമില്ലേ?
1400 വർഷമല്ലായിട്ടുള്ളൂ. ഖുർആൻ ഇറങ്ങിയിട്ട് 1400-ലേറെ വർഷമല്ലായിട്ടുള്ളൂ. അതിലും എത്രയോ കൊല്ലം മുമ്പ്. ഇപ്പൊ അവിടെ പെട്രോളിയം കണ്ടു. ഇപ്പോഴല്ലേ നരേന്ദ്രമോദി അവിടെ പോയിട്ട് ക്ഷേത്രം കൊണ്ട എന്ന് പറഞ്ഞില്ലേ? അത് ഈ രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ ഘടകവിരുദ്ധമായ നിലപാട്. അത്തരത്തിലുള്ള പ്രതികരണ രാജ്യത്തുണ്ടായില്ല. ഉണ്ടാവണം. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഉണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഹിന്ദു മതത്തിന്റെ ആളാണ്. നാളെ EMS സാഹിബ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് നേപ്പാളിൽ പോയിട്ട് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം ചോദിക്കാൻ പാടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് മോഡിയോടെ പോകുമ്പോ അശോക് സിംഗാളോടെ പോകുമ്പോ ചോദിക്കാം, നമുക്ക് മനസ്സിലാക്കാം. കൊടുക്കും ചെയ്തോട്ടെ. അവിടെ അമ്പലം ആയിക്കോട്ടെയാണ്, നമുക്കതിന് വിരോധമൊന്നുമില്ല. ഒരേക്കർ സ്ഥലം UAE കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 10,000 ഏക്കർ സ്ഥലം കിട്ടിയ UAE ചെറിയ രാജ്യമാണ്. 92 ഡിസംബർ 6 450 കൊല്ലം ഹയ്യാല സ്വലാത്ത് നമസ്കാരത്തിന് വിളിച്ച ബാബരി മസ്ജിദിന്റെ തങ്കത്താഴികപ്പടങ്ങൾ ഇടിച്ചു പൊളിച്ച് തകർത്തതിന്റെ പാപക്കറകളെ കൈനീട്ടിയപ്പോഴും ശേഷം വെച്ചുകൊടുത്തു ഒരേക്കർ സ്ഥലം അമ്പലണ്ടാക്കാൻ. ആ വിശാല മനസ്സിലാക്കണം. മോഡി അസ്സലാമു അലൈക്കും മുസ്സലാം അറബി പഠിച്ചിട്ട് അവിടെ പോയത് ഇപ്പൊ പെട്രോൾ ദൃഹമാണ് കണ്ടെത്തിയതിനു ശേഷം. അതിന്റെ മുമ്പ് അവിടെ പട്ടിണിയും പരിവട്ടമായിരുന്ന കാലത്ത് ഈത്തപ്പനയിൽ നിന്ന് വിളവെടുക്കുമ്പോ ഈത്തപ്പഴവുമായി കാരക്കയുമായി ചാക്കിൽ കെട്ടി പായക്കപ്പലിൽ കോഴിക്കോട്ടങ്ങാടിയിൽ വന്നിട്ട് ആ മിഠായി തെരുവിൽ അതിന്റെ കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ഇവിടുന്ന് ചുക്കും കുരുമുളകും ഗ്രാമ്പുവും വാങ്ങിക്കൊണ്ടുപോയി ലോകത്തിന് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ പരിചയപ്പെടുത്തിയത്. ജാഹിലിയ കാലത്ത് നടന്ന യുദ്ധത്തിന് പോലും കരുവാരക്കുണ്ടിൽ നിന്നുള്ള വാളുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞ് എഴുതിയ ചരിത്രകാരന്മാരുണ്ട്. ഇമ്രുൽ ഖൈസിന്റെ കവിതയിൽ കേരളത്തിന്റെ ചുക്കിനെ കുറിച്ചും കുരുമുളകിനെ കുറിച്ചും ഗ്രാമ്പൂരിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ആ കാലത്തുള്ള ഭാഷയാണ്. ആ കാലവുമായി ആ കാലത്തുള്ള ബന്ധങ്ങൾ. ഇത് ഇസ്ലാം വന്നതിന് ശേഷമല്ല. ഇപ്പോ അറബികൾക്ക് അവിടെ സൗകര്യമുണ്ടായപ്പോ ആ സൗകര്യം അവർ നമുക്ക് നൽകുകയാണ്. പിന്നെ വേറൊന്നും ഞാൻ ചോദിക്കട്ടെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞല്ലോ അല്ലേ? നരേന്ദ്രമോദി പറയില്ലല്ലോ അറബിക് സർവകലാശാല വേണ്ട. നരേന്ദ്രമോദി പറയില്ലല്ലോ കിട്ടിയ അമ്പലത്തിന് നന്ദി കാണിക്കണ്ടേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കണ്ടേ? മഹാബലി പിന്നാന്ന് വന്ന് പോയിട്ടുള്ളൂ. മഹാബലി തമ്പുരാൻ കേരളത്തിൽ വന്നുപോയി. നല്ല തുമ്പപ്പൂ ചോറും നല്ല പൂക്കളവും പായസമൊക്കെ കൊടുത്തു. ഈ ചോറും ഈ പായസവും ഈ പൂക്കളവും ഒക്കെ മലയാളികളുടേതാണോ? മാവേലി ഊണ് കഴിക്കുന്നതിന് മുമ്പ് സൗഖ്യമാ എന്ന് ചോദിച്ചപ്പോ ട്യൂഷനിൽ നിന്ന് ചോറ് മാവേലിയോട് പറയാം ആമാ എന്നാണ്. എന്തുകൊണ്ടാണ് മാവേലി സൗഖ്യമാന്ന് ചോദിച്ചാൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. മാവേലിക്കറിയാം എന്തുകൊണ്ടാണ്. അരി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. പൂക്കളം തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് വന്ന പൂവാണ്. മാവേലിക്ക് കൊടുത്ത പായസമേള DTPCയുടെ പായസമേള ഉണ്ടായിരുന്നു. DTPCയുടെ പായസമേളയിൽ ഒരു ദിവസം പോലും കേരളത്തിൽ വിളഞ്ഞ, കേരളത്തിൽ നട്ടു നനച്ചുണ്ടാക്കിയ ഒരു ഉൽപ്പന്നം കൊണ്ട് പായസമുണ്ടാക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ കഴിഞ്ഞിട്ടില്ല. മാവേലി കൊടുത്ത പായസമൊക്കെ അന്യ സംസ്ഥാനം വന്ന. പക്ഷെ എങ്ങനെ നമുക്കത് വാങ്ങാൻ കഴിഞ്ഞത്? എവിടെ നമുക്കതിന് പണം കിട്ടിയത്? ഇവിടെ സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ ശരിയായി. സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ അറേബ്യയിൽ നിന്ന് വന്ന് അവിടുന്ന് വന്ന ആ പെട്രോ റിയാലാണ്, പെട്രോ ദിർഹമാണ്. ആ അറബികളുടെ വിശാല മനസ്സില്ലെങ്കിൽ ഓൽക്കിപ്പോ നമ്മളെ തന്നെ ജോലിക്ക് വെക്കണമെന്നുണ്ടോ? നമ്മുടെ അറബിൽ അവിടെ പോയി പണിയെടുത്ത് മുതലാളിമാരായിട്ട് ബംഗാളിന് അവിടെ പണിക്കൊക്കെ തുടങ്ങി അല്ലേ? നമുക്കതിന് ബംഗാളിക്ക് ഇവിടെ കൂലി കൊടുക്കാൻ നമ്മുടെ കയ്യിലവിടെ പണം. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് കേരള ഗവൺമെന്റ് UDF അങ്ങനെ കുറെ നല്ല കാര്യം ചെയ്തു. കേരള ഗവൺമെന്റ് തൊഴിലില്ലായ്മ വേതനം കൊടുത്തു. തൊഴിലില്ലായ്മ വേതനം വാങ്ങാൻ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിന്റെ മുമ്പിലൊക്കെ നീണ്ട ക്യൂ. ബെൻസിലും മേഴ്സിഡസ് ബെൻസിലൊക്കെ വരുന്നത്, ഇന്നോവയിൽ ഫോർച്യൂണറിലൊക്കെ എന്തിന് ഈ 150 റുപ്യ മാസം വെച്ച് വാങ്ങാനേ. അവന് പണിയൊന്നുമില്ല. അവന് പണിയെടുക്കുന്ന ആരാ? പണിയെടുക്കുന്നത് ബംഗാളിയാണ്, ആസാമിയാണ്. ഈ ആസാമിയും ബംഗാളിയും പണിയെടുക്കുമ്പോൾ ഇവൻ എങ്ങനെ ഈ കാറിൽ നടക്കുന്നത്? ഈ 150 റുപ്യ വാങ്ങാൻ 550 റുപ്യന്റെ എണ്ണ അടിച്ചിട്ട് വന്ന് ഈ വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന. അപ്പൊ അവിടെ പോകുമ്പോ നല്ലൊരു ജോലി കിട്ടാനല്ലേ ആ ഭാഷയിലൊരു പ്രാവീണ്യം ഉണ്ടാകും. വലിയ ഉപകാരമല്ലേ? പൊന്നാര ചീഫ് സെക്രട്ടറി ഇത് മുസ്ലിം സമുദായത്തിന് ഇതിന്റെ ഒരു ആവശ്യമില്ലുണ്ടോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ ചെന്നു. ഖത്തറിൽ പോയപ്പോൾ അവിടുത്തെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥാനത്തൊക്കെ നമ്മളെ മലയാളികളായ കുറെ ആളുകളുണ്ട്. അത് ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചുപോയ കുട്ടികളാണ്. ഗവൺമെന്റിന്റെ അരക്കായിന്റെ മുടക്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരാം. അതുകൊണ്ട് ഈ സമുദായത്തിന് അറബി പഠിക്കണമെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. ജിജി തോംസന്റെ സമുദായത്തിന് പഠിപ്പിക്കാനാണ്. നിങ്ങൾ വെറുതെ തലയിൽ മുണ്ടിട്ടിട്ട് വൈകുന്നേരം
കോട്ടയത്തെയും പാലായിലെയും ചെറിയ കോളിക്കൂടുകളിൽ നടന്ന സ്പോക്കൺ അറബി കോഴ്സ് പഠിക്കാൻ രാത്രി ആരും കാണാത്ത തലയിൽ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ട് കണ്ടപ്പോ നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ചങ്ങായിമാരെ. നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ 1ാം ക്ലാസ്സിൽ മദ്രസിൽ 4 വയസ്സായാലും അലിഫ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ അതിന്റെ അറബി ഭാഷയുടെ ഏതെല്ലാം ആഴങ്ങളുണ്ടോ ആ എല്ലാ ആഴങ്ങളിലും പോയി പഠിക്കാൻ അറബി സാഹിത്യവും സംസ്കാരവും ഒക്കെ കേരളത്തിൽ വളർന്ന അറബിക് യൂണിവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ടാണോ? അല്ല, ഇത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ വൈജ്ഞാനികമായ ഉന്നതിക്ക് വേണ്ടിയാണ്. ലോകത്ത് വൈജ്ഞാനികമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ, ലോകത്ത് വലിയ വലിയ പുരോഗതികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ സഞ്ചരിക്കാൻ മലയാളികളെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് അറബിക് സർവകലാശാല കൊണ്ടുവരുന്നത്. അതിൽ വർഗീയത കാണുന്നവന്റെ തല പരിശോധിച്ചിട്ട് ആ തലക്കുള്ള തകരാറെന്താണ് എന്ന് കണ്ടെത്തുക അല്ലാതെ ഇതിനൊരു വഴിയുമില്ല. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു വാക്കുകൂടി, ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമെടുക്കുക സർക്കാരിന്റെ ക്യാബിനറ്റിലാണ്. ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നവരാണ് ചീഫ് സെക്രട്ടറി. പക്ഷേ ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ നയപരമായ കാര്യത്തിൽ അഭിപ്രായം പറയില്ല. അദ്ദേഹത്തിന്റെ അവിടുത്തെ ജോലി മിനിറ്റ്സ് എഴുതാനുള്ള. ക്യാബിനറ്റിൽ മന്ത്രിയല്ലാതെ പങ്കെടുക്കുന്ന ഒരേ ഒരാൾ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അവിടെ പണി എന്താണ്? മിനിറ്റ്സ് എഴുതാനുള്ളതാണ്. ആ മിനിറ്റ്സ് എഴുതുമ്പോ ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നയപരമായ തീരുമാനമായി സംസ്കൃത സർവകലാശാല സ്ഥാപിച്ച ഈ മുന്നണി, കേരളത്തിൽ ആദ്യത്തെ സർവകലാശാല കൊണ്ടുവന്ന ഈ സംഘടന, മലയാള സർവകലാശാല കൊണ്ടുവന്ന, മലപ്പുറത്ത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന ഈ UDFന് ജനാധിപത്യ മുന്നണിക്ക് അറിയാം നയപരമായ തീരുമാനമെടുക്കാൻ. അങ്ങനെ നയപരമായ തീരത്തിലേക്കുള്ള ജനകീയമായ പിന്തുണയും ജനകീയമായ സമ്മർദ്ദവും എത്തിക്കാൻ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ സയ്യിദ് KK സംഘം, അതുപോലെ തന്നെ സലീം അടക്കല തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിക്കുന്നതിന് വേണ്ടി ജില്ലാ SKSFന്റെ ട്രഷറർ നമ്മുടെ ഷമീർ ഫൈസോടെ നിലവിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടം തുടരുന്നുകൊണ്ട് ഈ വൈദ്യ വേളയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കാണ് നമ്മുടെ അഭിനന്ദനായ പാലക്കാട് സംസാരിക്കുന്ന ശുഭാബ്ദങ്ങൾ, അതുപോലെ സേവനക്കടവ് സത്താർ പന്തല്, പ്രിയപ്പെട്ട മുസ്ലിം മനസ്സിനെ തുടങ്ങി നമ്മുടെ മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടി സംഗമം അവസാനിപ്പിച്ചത് അറിയിക്കുന്നു.